ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഡെയിലി വ്ളോഗ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മുറ്റത്ത് മാവിലൊരു മുഴുത്ത മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്ക് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് രാവിലെ തന്നെ അതേ കയറി പറിച്ചു കേട്ടോ. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവാണ്, പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഓടി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന. കുറഞ്ഞ ലോങ് വീഡിയോസ് നമ്മൾ തീരെ കുറവായിരുന്നിരുന്നു. ഷോർട്സ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവർ മെസ്സേജ് അയച്ച് മിസ്സിലൊക്കെ DM ചെയ്തൊക്കെ ചോദിക്കേണ്ട എന്തുകൊണ്ടോ വീഡിയോ ഇടാത്തതെന്നുള്ളത്. അപ്പം എല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് നമ്മളത് റിവീൽ ചെയ്തുകൊണ്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോയപ്പോൾ രാവിലെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ആയാറ് കൂടുതലും പച്ചക്കറിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ രാവിലെ ഇതേ അമ്മ ചപ്പാത്തിയും കിഴങ്ങറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കുള്ള ചപ്പാത്തിയും കിഴങ്ങറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സബോളയും കിഴങ്ങും മാത്രം മതിയല്ലോ, ഏകദേശം ഒരു ചിക്കൻ്റെ ടേസ്റ്റിലൊക്കെ കിട്ടുകയും ചെയ്യും. നോർമലി നമ്മൾ മസാലയൊക്കെ മൂപ്പിച്ചിട്ട് ഈ സവോളയും കിഴങ്ങും കൂടെ വേവിച്ച് ശക്കല ഒന്ന് ഉടച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണയുടെ ഇതൊന്നും വരുന്നുമില്ല. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ഒരു കറിയാണ്. എപ്പോഴും ഞാൻ ഈ മറ്റേ ക്യാപ്സിക്കം കൊണ്ടുള്ള കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവർക്കും ബോറടിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കോൺഫ്ലെക്സും പിന്നെ കുറച്ച് പാലും പിന്നെ എന്താ പറയുക മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഒരുപാട് മധുരമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ സ്പൂണിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് കുക്കുംബറും ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കമുന്തിരിയും വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം. അത് കഴിക്കാൻ വേണ്ടി എടുത്തപ്പം ഒരാൾ ഭയങ്കരമായിട്ട് അത് കൈയിട്ട് വാരി. അതിൽ കുക്കുംബർ മാത്രമായിട്ടോ അധികം ഇഷ്ടമുള്ളൂ, ബാക്കിയുള്ളതൊന്നും അവൻ തൊടത്തില്ല. ഞാൻ നോക്കാം, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. നീ ടെൻഷൻ അടിക്കണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, പിന്നെ എവിടെ നിന്ന് ഒപ്പിക്ക് ഡി. നിൻ്റെ ഒരു ക്യാഷ് വല്ലതും കാണോ? ക്യാഷ് എന്താ ഇപ്പോൾ അത്യാവശ്യം? എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ഒരു 20,000 രൂപ വേണം. എനിക്കാണെങ്കിൽ സാലറി ആണെങ്കിൽ 3 ദിവസം കൂടെ എടുക്കും. എന്തെങ്കിലും വഴിയുണ്ടോ? എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് ഞാൻ ബാങ്കിൽ അടച്ചു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ലോൺ വല്ലതും ട്രൈ ചെയ്തൂടെ? ലോണൊക്കെ ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് എപ്പം കിട്ടാനാണ്? അതിനാണ് കുറേ പ്രൊസീജിയേഴ്സും ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ റുപ്പി റെഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. റുപ്പി റെഡിയോ? അത് പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്പാണ്. ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് എപ്പം കിട്ടാൻ? അത് പോരാത്തിന് കുറേ പേപ്പർ വർക്കും എല്ലാം കാര്യങ്ങളും ഉണ്ട്. ഇന്ന് 3 മണിക്കുള്ള ക്യാഷ് കൊടുക്കുകയും വേണം. അതിന് വലിയ ഡോക്യുമെന്റേഷനും പ്രോസസ്സും ഒന്നുമില്ല. പാൻ കാർഡും ആധാർ കാർഡും ഉണ്ടെങ്കിൽ നമുക്കൊരു 3 മിനിറ്റ്സിനുള്ളിൽ ലോൺ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എവിടെ കിട്ടും? ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്നാൽ ഞാൻ അവന് ലിങ്ക് അയച്ചു കൊടുത്തിട്ടേ പെട്ടെന്ന് തന്നെ ലോൺ എടുക്കാൻ പറയാം. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാമല്ലോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അറ്റം ഒന്ന് വെട്ടണമായിരുന്നു. കാരണം കുറേ നീണ്ട് കഴിയുമ്പോഴത്തേക്കും മുടിയുടെ അറ്റം നല്ല രീതിക്ക് വളഞ്ഞിട്ട് സ്പ്ലിറ്റൻസ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ പോയത് എനിക്കൊരു അബദ്ധമായിരുന്നു പിന്നെ തോന്നി, ഇപ്പോഴും തോന്നുന്നുണ്ട്. കാരണം ഞാൻ അറ്റം കുറച്ച് വെട്ടാൻ പറഞ്ഞു, പക്ഷേ പുള്ളി ആ എടുത്ത് വെച്ചേക്കുന്നതിൽ നീളം കൂടി നിൽക്കുന്ന അത്രയും ഭാഗം വെട്ടിക്കളഞ്ഞു ഗൈസ്. ആളെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഒരുപാട് സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വെട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എല്ലാ ഗേൾസിനെയും പോലെ മുടിയൊക്കെ വെട്ടി അവർ സെറ്റൊക്കെ ചെയ്ത് തന്നപ്പോഴത്തേക്കും നമ്മുടെ മുഖത്തിന് ഇണങ്ങുന്ന പോലെയൊക്കെ തോന്നി കേട്ടോ. പിന്നെ അന്ന് ഭയങ്കര ഷോ ഓഫ് ഒക്കെ ആയിരുന്നു. പിറ്റേ ദിവസം ഒന്ന് തല കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുടി എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടാവുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും എനിക്ക് നീണ്ട മുടിയുള്ളതായിരുന്നു കേട്ടോ ഇഷ്ടം. കാരണം എനിക്ക് ചേരുന്ന നീണ്ട മുടിയെന്ന് എപ്പോഴും പറയും കേട്ടോ. പിന്നെ എല്ലാവരും എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ ഒത്തിരി അങ്ങനെ വഴക്കൊന്നും പറഞ്ഞില്ല, കൊള്ളാന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു കേട്ടോ. കാരണം എനിക്ക് നല്ല രീതിക്ക് വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഈ ആദ്യക്കൂട്ടനും അച്ഛനും കൂടെ കിടന്ന് ഭയങ്കര കളിയാണ്. അവൻ എന്തൊക്കെ ഏട്ടായി എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ആദ്യം അതെല്ലാം ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവന് 2 വയസ്സ് ആവാറായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ചെക്കപ്പിനെ ഇപ്പം സർജറി കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ചെക്കപ്പിന് നമ്മൾ അമൃതയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വൈകുന്നേരം നമ്മൾ നേരെ കമ്പത്തിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കമ്പത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കാലിന് മുട്ടിന് താഴോട്ട് ചെറിയൊരു പെയിൻ ഉണ്ട് കേട്ടോ, മസിൽ കയറുന്ന പോലെയൊക്കെ നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സിദ്ധവൈദ്യൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോവാണ് കേട്ടോ. സിദ്ധവൈദ്യനല്ല, അവിടെ എന്തോ ഹോമിയോയുടെ എന്തോ പേരായിട്ട് ഒരു ഡോക്ടറുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ്. പിന്നെ നമ്മൾ ചെറുതോണിയോ കുളമാവ് ഡാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ നിർത്തി നല്ല ചൂട് പഴംപൊരിയും കട്ടൻ കാപ്പിയും പിന്നെ പരിപ്പുടയൊക്കെ കിട്ടും കേട്ടോ. പരിപ്പുടയൊക്കെ ഏട്ടായാണെങ്കിൽ അവരെ ആദ്യം പറ്റിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളിത് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മൾ റൂം എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട് അവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പം ആദ്യം അവിടെ ചെന്നപ്പോഴത്തേക്കും പേരമ്പൻ്റെ മോളുടെ കല്യാണ സീഡി ഇട്ടേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എന്നെ കാണിച്ചിട്ട് എന്നെ ഇത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഒരു 4-5 കൊല്ലം മുന്നത്തെ ഞാനാണ് കേട്ടോ. ഭയങ്കര ശോകമായിരുന്നു ഇത് കണ്ടിട്ട്. എന്നെ അവരവിടെ എന്താ പറയുക നമ്മൾ നിർത്തിപ്പൊരിച്ചൊരവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ശോകമായിരുന്നു എന്നെ കാണാൻ വേണ്ടി. മുടിയൊക്കെ കുറവായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കമ്പന്തേനി ഹൈവേ ആണ് കേട്ടോ. ആ പോണ വഴിക്ക് ഒരുപാട് നല്ല നല്ല സ്പോട്ടും ഫുഡൊക്കെ കിട്ടും കേട്ടോ. പിന്നെ തമിഴ്നാടായിട്ട് നമുക്ക് എത്രത്തോളം ഹൈജീനിക് ആണെന്ന് അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊരു മുട്ടദോശ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ക്ലിനിക്കിൽ എത്തിയതാണ് കേട്ടോ. APM സിദ്ധ ക്ലിനിക് എന്നാണ് പേര്. ഹോമിയോ ആണ് കേട്ടോ. ഒരു ഡോക്ടറും പുള്ളിയുടെ വൈഫൊക്കെയാണ് നടത്തുന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ച് കൂടുതലും തമിഴ് ആൾക്കാരായിരുന്നു. പക്ഷേ ഫുള്ള് നമ്മുടെ കേരളത്തിൽ 14 ജില്ലയിലെയും മലയാളികൾ ഫുള്ള് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും മലയാളികളായിരുന്നു. പിന്നെ പോണ വഴിക്ക് നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് കുറേ ഉപ്പിലിട്ട കണ്ടു കേട്ടോ. കാരണം ഇനി അതിൽ ഉപ്പിലിടാനൊന്നുമില്ല, കാരണം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു. എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഉപ്പിലിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. വന്ന വഴിക്ക് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. താലപ്പൊലിയും ഘോഷയാത്രയും പിന്നെ എന്താ പറയുക ചെണ്ടമേളം വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ വീട്ടിൽ വന്നത് ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോണ കാര്യം നമ്മൾ ആദ്യം ഞാനും ഏട്ടയും കൂടെ തന്നെ പോകാനാണ് വിചാരിച്ചിരുന്നത്. പിന്നെ വിചാരിച്ചു ആദ്യം കൂടെ കൊണ്ടുപോകാം, കാരണം അമ്മയ്ക്ക് അച്ഛനിപ്പോൾ വയ്യാണ്ടിരിക്കുകയല്ല, അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചട്ടി കൊണ്ട് ഒരു ഹോട്ടലിൽ കുറേ ചേട്ടന്മാർ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും അമ്മ പോയിട്ട് അമ്മയ്ക്ക് വണ്ടി ചട്ടിപ്രാന്തുള്ളതുകൊണ്ട് തന്നെ ആദ്യം ഒരു അപ്പച്ചട്ടി മണ്ണിൻ്റെ അപ്പച്ചട്ടിയും പിന്നെ ചിക്കനൊക്കെ കറി വെക്കാൻ പറ്റിയ ഒരു കുഴിവുള്ളൊരു ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് 2-3 കൊറിയറൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു ബോക്സ് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ആദ്യക്കൊണ്ടിന് വേണ്ടിയിട്ടുള്ള ഫീഡിംഗ് ബോട്ടിലാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങുന്നതും ഈ സാധനം തന്നെയാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൂടുതലും PGൻ്റെ ലവ്ലാപ്പിൻ്റെ ആണ് കേട്ടോ. ക്വാളിറ്റി അത്യാവശ്യം നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ലവ്ലാപ്പിൻ്റെ ആണ് PGനേക്കാളും. പക്ഷേ എന്നാലും കുടിക്കാൻ ഇച്ചിരി സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് കുടിക്കാൻ ഇച്ചിരി ഈസി PGN ആണ് കേട്ടോ. അപ്പം ഇത് PGൻ്റെ 2 കോംബോ പാക്കാണെന്ന്, അതെ PGൻ്റെ 2 കോംബോ പാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു വൈറ്റും ഒരു ബ്ലൂ ആയിരുന്നു കേട്ടോ അടപ്പുണ്ടായിരുന്നത്. അപ്പം അത്യാവശ്യം വലിയ വില കുറവൊന്നുമില്ല, എന്നാലും ഒരു 50-60 രൂപ നമുക്ക് കുറവിൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഇത് വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കുടിച്ചിട്ട് ഇതിൻ്റെ നിപ്പിൾ പൊട്ടിച്ചോളൂ. നിപ്പിൾ ഞാൻ സെപ്പറേറ്റ് വാങ്ങി മടുത്തു. എന്താണെന്ന് എനിക്കറിയില്ല, പല്ല് കിരിക്കുന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ആദ്യം കടിച്ചിട്ട് അതിൻ്റെ നിപ്പിൾ പൊട്ടിച്ചോളയും. പിന്നെ ലവ്ലാപ്പിൻ്റെ കുറച്ചുകൂടെ കട്ടിയുള്ള കാരണം കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 9 month പ്ലസിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള 250 ml 2 ബോട്ടിലാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ യൂസ് ചെയ്യാൻ എടുക്കും, ഒരെണ്ണം നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് എടുക്കും. പക്ഷേ അത്രയ്ക്കൊന്നും എനിക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അതിന് മുന്നേ തന്നെ അവൻ അതിൻ്റെ നിപ്പിൾ കടിച്ച് പൊട്ടിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത് 2 ബോട്ടിൽ ബ്രഷാണ് കേട്ടോ. വൈറ്റ് സ്പഞ്ചിൻ്റെ 2 ബോട്ടിൽ ബ്രഷാണ്. ഇത് എനിക്ക് തോന്നുന്നു 181 രൂപയ്ക്കാണ് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, ആവറേജ് ക്വാളിറ്റിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ സ്പോഞ്ചൊക്കെ നല്ല എന്താ പറയുക, നല്ല വാഷ് ചെയ്യാൻ പറ്റിയ സ്പോഞ്ചാണ്. പക്ഷേ തീരെ ചെറിയ അവൻ്റെ ഫീഡിംഗ് ബോട്ടിലിൻ്റെ സൈസുള്ള ബോട്ടിലേക്ക് നമ്മൾ അത് വാഷ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പോഞ്ച് 4 സൈഡിലോട്ട് പോകും. അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആദ്യക്കൂട്ടൻ അവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അടുക്കളയിൽ നിന്ന് കബോർഡ് തുറന്ന് പാത്രം എടുത്തുകൊണ്ട് വരിക, അത് ഹാളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സിമ്പിൾ അടിച്ച് കളിക്കുക, കൊട്ട്, അതൊക്കെയാണ് അവൻ്റെ ഹോബികളെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ രാത്രിയിലത്തേക്ക് ചപ്പാത്തി മുട്ടക്കറി ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ പുതിയ ചട്ടിയിലാണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിൽ ചട്ടിയിൽ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ചട്ടി തന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പം നമ്മളങ്ങനെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ചട്ടിയൊക്കെ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ മാത്രമായിട്ടുള്ളതാണ് ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. കാരണം അമ്മയും അച്ഛനും ചോറേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പേർക്ക് മാത്രമുള്ളതാണ്. ഈ ചട്ടിയുടെ തന്നെ സെയിം അടപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനൊന്ന് 120-150 കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനത് വാങ്ങിച്ചില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ നേരത്തെ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ അടപ്പ് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ ഇതിന്. അപ്പം നമ്മളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മളത് ഈ മസാലകളും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറിയിൽ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കറിക്ക് പ്രത്യേകമായിട്ട് വരും. അപ്പോൾ ഞാൻ മസാലയെല്ലാം ആഡ് ചെയ്ത് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. നമുക്ക് വേണ്ടിയിട്ടുള്ള 2 മുട്ട, ഞങ്ങൾ 2 പേരും മാത്രം കഴിക്കുന്നുണ്ട്. 2 മുട്ട ഗ്രേവി കൂട്ടി, കാരണം ചപ്പാത്തിയിൽ മുങ്ങി കിടക്കണം ഒരാൾക്ക്. അങ്ങനെ നമ്മൾ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോണതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.